ഹലോ ഗൈസ്, ഐസിസ് ബൈക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാൾക്ക് ഏകദേശം ഒരു 10 മാസം മുന്നായിരിക്കും എൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മൈൻക്രാഫ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ റീസൺ, ഞാൻ എക്സാംസും കാര്യങ്ങളും സ്കൂളൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത്. പിന്നെ രണ്ടാമത്, മൈൻക്രാഫ്റ്റ് കണ്ടൻസ് ഇടുമ്പോൾ എനിക്ക് വ്യൂസ് ഇപ്പോൾ കുറഞ്ഞു വന്നു. എന്നാലും നമ്മൾ മൈൻക്രാഫ്റ്റ് തന്നെ കളിക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. നമുക്ക് ഈ ലെറ്റ്സ് പ്ലേ സീരീസ് നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ നോക്കാം. നമുക്ക് തന്നെ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഒരു സ്റ്റാർട്ടറായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അത് ചെയ്യുകയും ചെയ്യണം. ഒപ്പം ഒരു ബേസ് കണ്ടുപിടിക്കാനുള്ള ഒരു സ്ഥലവും മൈനിങ്ങിന് പോകണം. ഇന്ന് അയൺ ആർമർ ആവാൻ പറ്റുമോ നോക്കണം. അത് നോക്കണം. വില്ലേജ് കിട്ടുകയാണെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബേസിക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് വുഡ് നമ്മളെന്തായാലും കളക്ട് ചെയ്യണം. ഓക്കെ, ഇതിൽ ഈ വുഡ് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ശ്രുതിയുടെ പാതയിലുള്ളതാണ് മാറ്റി വയ്ക്കാം. ഒരു കൊണ്ടിട്ട് ഇതിൻ്റെ നമുക്ക് ഞാനിത് മൈൻ ചെയ്യാം. പിന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റ് കളിക്കണം എന്നൊക്കെ ഉണ്ട്. ബട്ട് നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അതിനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഇനി ഈ വീഡിയോ നല്ല ലെറ്റ്സ് പ്ലേ സീരീസിനൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് തരാം. നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. എന്തായാലും നമുക്ക് നമ്മുടെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് എന്തെങ്കിലും വുഡ് മൈൻ ചെയ്തിട്ട് ഇനി സ്റ്റോൺ ടൂൾസൊക്കെ ആവണം. എല്ലാം വേഗം ചെയ്യാം. വുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി ഫസ്റ്റ് വുഡൻ പിക്കാക്സ് ഉണ്ടാക്കാം. എല്ലാം വേഗം ചെയ്യാം. നൈറ്റ് ആവണമെങ്കിൽ ഷീറ്റിനൊക്കെ കുറച്ച് ഫുഡൊക്കെ ആവണം. എനിക്ക് മെയിൻലി ഈ വേൾഡിൽ ഒരു ഐലൻഡിൽ വീടുണ്ടാക്കണം എന്നല്ല ആഗ്രഹമുണ്ട്. ഐലൻഡ് നമ്മുടെ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഫാമൊക്കെ ആക്കണം എന്നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഐലൻഡ് തപ്പി പോലാണ് എനിക്ക് വേണ്ടത്, ബേസ് ഉണ്ടാക്കാൻ പറ്റുള്ള സ്ഥലമായിട്ട്. അത് നമ്മുടെ ഒരു ഗോൾ ആയിട്ട് തന്നെ ഞാൻ കൂട്ടുന്നു ഇന്നത്തെ. ഓക്കെ, ഞാൻ എന്തായാലും ഗൈസ് കുറച്ച് സ്റ്റോണൊക്കെ കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കണേന്ന്. ഞാൻ വരുന്ന വഴിയിൽ ഞാൻ സ്റ്റോണൊക്കെ എടുത്തു. ഞാൻ കുറച്ച് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റോൺ എടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ വരുന്ന വഴി നൈറ്റായി. ഷീപ്പിനൊന്നും കിട്ടിയില്ല. ഞാൻ എങ്ങനെയൊക്കെ ഓടി ഇവിടെ ഒന്ന് സർവൈവ് ചെയ്താൽ കുറേ നോക്കിയിട്ട് കണ്ടിട്ട് അതിനൊക്കെ കൊള്ളാണ്ട് ഓടി കാരണം ഇവിടെ എത്തിയില്ല. ഞാനിവിടെ ഈ നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ വെച്ചു. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് സ്റ്റോണൊക്കെ മൈൻഡ് ചെയ്ത് ആദ്യം റിസോഴ്സൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് മോർണിംഗും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇത്ര നേരം കൊണ്ട് മൂന്നിസ്റ്റൊക്കെ കൊതിച്ചാണ് നമ്മുടെ ഒരു പിക്കാക്സ് പുതിയതുണ്ടാക്കി. അങ്ങനെ കുറേ നേരത്തെ മൈനിങ്ങിനൊക്കെ കഴിച്ചിട്ടാണ് രാവിലെ ആയത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മുകളിലോട്ട് പോവാം. നമ്മുടെ ഗോളുകൾ കംപ്ലീറ്റ് ചെയ്യാം. ബേസിൻ്റെ ലൊക്കേഷൻ, മൈനിങ്, ഇതൊക്കെയാണ് നമ്മുടെ ഗോൾ. ഇതാണ് ഇതെന്താ കുറേ നാൾക്ക് മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ട്. പുതിയ അപ്ഡേറ്റ് കുറേ നാൾക്ക് ശേഷം മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഐലൻഡിലല്ലേ ഇപ്പം ഞാൻ നിൽക്കണേ. ഇപ്പം ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഗോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു സക്സസ്ഫുള്ളി. ഞാൻ പ്രതീക്ഷിച്ചും കൂടിയില്ല. നമ്മൾ ജനിച്ചു വന്നതിൻ്റെ ഓപ്പോസിറ്റ് ഐലൻഡ് തന്നെ കറക്റ്റാണ് ഗൈസ്. എന്നാലും ഇനിയിപ്പോൾ ഇവിടെ ബേസ് ഉണ്ടാക്കാം. പക്ഷെ അതിന് നമുക്ക് ബാക്കി റിസോഴ്സൊക്കെ എടുക്കണം, കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് അതൊക്കെ എന്നിട്ട് നമുക്ക് പിടിക്കാൻ തന്നെ വരാം. എന്തായാലും സ്പോണതിൻ്റെ ഓപ്പോസിറ്റ് ആയതും കൂടെ നന്നായി. അപ്പോൾ അറിയാണ്ട് ബെഡിൽ റീസോൺസ് ഇട്ടാണ്ട് ചെത്താലും ബേസിലെത്താൻ വലിയ തീരെ ഭാഗമില്ല. മുന്നിൽ തന്നെ സ്പോൺ ബൈ 2 ആയിട്ട് കണ്ടു. നമുക്ക് ബെഡായിട്ടുണ്ട് ഗൈസ്. 4-5 പൂളൊക്കെ ഉണ്ട്. എൻ്റെ മട്ടൻ മറ്റേ ഷീപ്പ് ഡീസ്പോണായ. നമുക്ക് 4 പൂളയുണ്ട്. നമുക്കിത് ഡൈ ഒക്കെ ചെയ്തെടുക്കണം. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പം എന്തായാലും കുറച്ചുകൂടെ ഫുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം കഴിച്ചിട്ട്. നമുക്കത് ചെയ്യാം.
നിറച്ചും ഷീപ്പാണല്ലോ ഇപ്പോൾ. രാത്രി ഒരാളെ പോലും കണ്ടില്ല. നമുക്കിനി ഞാൻ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് കാണിക്കാം. ഫുഡ് കളക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഐലൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്വാമ്പ് ബയോമുണ്ട്. അതൊരു നല്ല കാര്യമായി. അവിടെയാണെങ്കിൽ ഇപ്പോൾ പുതിയ പുതിയ ചെടികളാണ്. നമ്മുടെ പുതിയ ആനിമല്, ഇത് പുതിയ ആനിമലാണോ കൗവിൻ്റെ വെറൈറ്റി ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ടാണ്. ഇത് പശുവാണോ കപ്പലാണ്. അതുപോലെ ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ, അത്യാവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇത് കുക്ക് ചെയ്യാൻ പറ്റാം. ഇത് കുക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ പോണ വഴിയിലൊരു മൈനിങ് റിവ്യൂ പോലെയുണ്ട്, ചെറിയൊരു കേവ് ടൈപ്പ് സെറ്റപ്പ് ഉണ്ട്. ഒരു കുറച്ച് 2 ഇണക്കിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മൈനിങ് ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കണം. അതിൽ ഫുഡൊക്കെ കുക്കായി ഈ നൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് നേരെ അതിലേക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ നേരത്തെ മൈനിങ്ങിന് ശേഷം നമുക്ക് എത്രയാ 37 കിട്ടിയിട്ടുണ്ട്. ആർമർ ടൂൾസ് ആവാനുള്ളതുണ്ട്. അത് കാരണം ഞാൻ ഇപ്പോൾ മൈനിങ് കൂടെ നിർത്തി. നമ്മൾ ഡീപ്പ് സ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ലെവൽ 0 വരെ മൈൻ ചെയ്ത് വെച്ചു. പിന്നെ അടിയിലോട്ട് നമുക്ക് ഡയമണ്ടിൻ്റെയോ അല്ലെങ്കിൽ അടുത്ത ഓർസിൻ്റെ ആവശ്യം വരുന്നവരെ നമുക്കത് അപ്പോൾ ബാക്കി മൈൻ ചെയ്യാം. എപ്പോഴും കൊല്ലാൻ പറ്റണമെന്നില്ലല്ലോ. കുറേ കോളും കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരു കോൾ ബ്ലോക്ക് ഉണ്ടാക്കാം. നമ്മൾ ഇത്ര ആയാലും ശരി. നമ്മളെന്തായാലും 37 സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും ഞാൻ ഇനി കുറച്ച് സീഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യട്ടെ ഗൈസ്. ഗൈസ് ഞാൻ ഇപ്പോൾ ഇത്ര നേരം കൊണ്ട് ഞാൻ ഒരു സ്റ്റാക്കിനപ്പുറം സീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഫാമായിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ അയൺ ആർമറൊക്കെ ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഈ ലെറ്റ്സ് പ്ലേയിൽ അയൺ ആർമർ എന്തായാലും ഇടാം ഗൈസ്. നമ്മൾ ഈ ലെറ്റ്സ് പ്ലേയിൽ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് തന്നെ നമ്മൾ അയൺ ആർമർ അയൺ ടൂൾസൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ നമ്മുടെ ഫാമിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് അയൺ ആർമറായി ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു. അടുത്ത എപ്പിസോഡ് വേഗം തന്നെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. നല്ല സപ്പോർട്ടീവ് വീഡിയോയ്ക്ക് തരണം. വിത്ത് ദിസ് ഐസി സ്പെക്സ് സൈനിങ് ഔട്ട്.